മാവേലി എക്സ്പ്രസിൽ മദ്യപിച്ച് ടിടിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. മട്ടാഞ്ചേരി സ്വദേശി ഷാഹിലാണ് പിടിയിലായത്. ടിക്കറ്റും ഇല്ല, മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത ടിടിക്കാണെങ്കിലും മർദ്ദനവും. കയ്യേറ്റ ശ്രമം ഉണ്ടായത് മദ്യപിച്ച് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ്. ആക്രമണം തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇയാള് കുറഞ്ഞ കക്ഷിയല്ലല്ലോ. ടി ആക്രമിച്ചു, കൂടെ നിന്ന പോലീസുകാരനെ ആക്രമിച്ചു, ടിക്കറ്റും ഇല്ല, വെള്ളം അടിച്ചിട്ടുണ്ട് അല്ലേ? പിടികൂടി എന്തായാലും. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് നിന്നാണ് മാവേലി എക്സ്പ്രസിൽ ഈ ഷാഹിൽ എന്ന് പറയുന്ന എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി കയറിയത്. ഇയാൾ ട്രെയിൻ തുറവൂരെത്തിയ സമയത്താണ് ടിക്കറ്റ് ചോദിച്ചു വന്നത്. പക്ഷേ ഇയാളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് ചോദ്യം ചെയ്യുകയും ഫൈൻ ഈടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്താണ് ഇയാൾ ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്താൻ തുടങ്ങിയത്. ഉടൻ തന്നെ റെയിൽവേ പോലീസ് എത്തുകയും ഇതിൽ ഇടപെടാൻ ശ്രമിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കം തുടങ്ങുകയും ചെയ്തപ്പോൾ ഇയാൾ അവർക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ കൈക്കും മറ്റൊരാളുടെ ചുണ്ടിനുമാണ് പരിക്കേറ്റതെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടൻ തന്നെ ആ തുറവൂർ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ റെയിൽവേ പോലീസിന്, അതായത് എറണാകുളത്ത് റെയിൽവേ പോലീസിനെ കൈമാറി ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ബാക്കി തുടർ നടപടികൾ നടന്നു വരികയാണ്. ഇയാൾ അമിതമായ രീതിയിൽ തന്നെ മദ്യപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലത്ത് വർക്കലയിൽ വെച്ച് മദ്യപിച്ച് പുകവലിച്ച ഒരാൾ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി ചവിട്ടിയിട്ടു, മറ്റൊരു പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നു. അതിനുശേഷം ട്രെയിനിൽ നിരവധി പരിശോധനകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പരിശോധനകൾ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം വീണ്ടും മദ്യപിച്ച്, അതും അമിതമായ അളവിൽ തന്നെ മദ്യപിച്ച് ഒരു കയ്യേറ്റ ശ്രമം നടത്തുന്ന രീതിയിലേക്ക് യാത്രക്കാർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് റെയിൽവേ പോലീസിന്റെ പരിശോധന ആ വർക്കലയിലെ അക്രമം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഒരു സ്ഥിരമായ ഒരു പരിശോധനാ സംവിധാനം തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പ്രതിയെ അപ്പോൾ തന്നെ പിടികൂടി റെയിൽവേ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ഇനി ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് റിമാൻഡ് നടപടികളിലേക്കൊക്കെ കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? മദ്യപിച്ച് ഇതേപോലെ വയലൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് യാത്രക്കാർ ടിമാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു ടിയെ ഒരിക്കൽ അടിച്ചു വല്ലാതെ ഒരു പരിവാക്കി കളഞ്ഞു. ഇതാ ഇപ്പോൾ വീണ്ടും അങ്ങനൊരു വാർത്ത വരുന്നു. ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കൂടെ നിന്ന് യാത്രക്കാരൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ചില യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ നിർവികാരമായിട്ടിരിക്കും, കൊണ്ടുവന്നെങ്കിൽ രണ്ടും കൊണ്ടോട്ടെ എന്ന രീതി. അങ്ങനെയല്ല, ചില ആളുകൾ പിടിച്ചു മാറ്റാൻ പോവുകയും ചെയ്യും. അതും സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ.